അപ്പോൾ ഇന്ന് ഞാൻ ഗ്രാഫ് എങ്ങനെ വരയ്ക്കണമെന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ ഗ്രാഫിന് മസ്റ്റായിട്ടും വേണ്ടത് ഒരു ഹെഡിങ് വേണം, അതുപോലെ എക്സ് ആക്സിസും വൈ ആക്സിസും, അതിന് കുറച്ച് സ്കെയിലും വേണം. പിന്നെ അതിൻ്റെ സ്കെയിൽ ഇവിടെ എഴുതണം, വൈ ആക്സിസും എക്സ് ആക്സിൻ്റെ സ്കെയിൽ എഴുതണം. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് ഇങ്ങനെ ലൈനോട് ചേർത്ത് വരയ്ക്കരുത്. കാരണം നമുക്ക് ഈ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാനുണ്ട്, പ്ലസ് അതിൻ്റെ എന്താണോ നമ്മൾ എടുക്കുന്ന യൂണിറ്റും അതുപോലെ എടുക്കുന്ന സാധനം ആ പേര് നമ്മളിവിടെ എഴുതണം. അപ്പോൾ അതിനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ 2 കട്ട അല്ലെങ്കിൽ 1 കട്ട വിട്ടിട്ട് എഴുതുക. ഇതാണ് ഞാനൊരു കട്ടയെന്ന് ഉദ്ദേശിച്ചത്. ഇത് 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 എണ്ണം വിട്ടിട്ടാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത്. ഇത് ഓൾറെഡി വരച്ചൊരു ഗ്രാഫാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പെർസെൻറ്റേജ് ഫ്രീക്വൻസി, പെർസെൻറ്റേജ് ND ക്യൂബും അതുപോലെ തന്നെ മീൻ ഡയമീറ്ററും വെച്ചിട്ടാണ് ഗ്രാഫ് വരച്ചിരിക്കുന്നത്, പാർട്ടിക്കിൾ സൈസ് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ആ കോളം വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്, ഇതുമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2.5, 7.5, 12.5, 17.5. അപ്പോൾ ഇത് വരയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇതെന്ന് പറഞ്ഞാൽ 5, 10, 15, 20 ആണെങ്കിൽ നമുക്ക് അത് മാർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 1 കട്ട ഇടവിട്ടോ അല്ലെങ്കിൽ 2 കട്ട 3 കട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം, 4 ഒക്കെ വിടാം. പക്ഷെ ഇവിടെ 2 എണ്ണം വിട്ടാലുള്ളൂ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ചെറുതായിപ്പോകും, ഗ്രാഫ് തീരെ ചെറുതായിപ്പോകും. അപ്പോൾ നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പേസ് വിട്ട് വരയ്ക്കാൻ പറയുന്നത്. വലിയ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത്രയും സ്പേസ് വിടാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ ഇനി നമുക്ക് വൈ ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ 1.3, 37, 60 ഈ 3 നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 1.3 എന്ന് പറയുന്നതും 60 തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ 10, 20, 30 ആയിരിക്കും കുറച്ചും കൂടി എടുക്കാൻ നല്ലത്. 1, 2, 3, 4 എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് തികയില്ല. അപ്പോൾ നമ്മൾ 10, 20, 30 എടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 1.34 അഗെയിൻസ്റ്റ് 2.5. അപ്പോൾ 2.5 ഇവിടെയാണ്. 1.34 ഏകദേശം നമുക്കിതിനകത്ത് 1.1 വരെ 1 മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏകദേശം മാർക്ക് ചെയ്യുക. അതുപോലെ എല്ലാ വാല്യൂസും മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങൾ സ്കെയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാൻ 2 യൂണിറ്റാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 യൂണിറ്റ് വിട്ടുകൊണ്ട് ഞാൻ 5ൻ്റെ 5, 10, 15, 20 ആകുമ്പം ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ് ആക്സിൻ്റെ സ്കെയിൽ എഴുതുന്നത് 2 സെൻറ്റിമീറ്റർ. ഇതൊരു 2 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി 1 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നതെങ്കിൽ 1 സെൻറ്റിമീറ്റർ എഴുതുന്നത്. ഇത് ഞാൻ 2 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ = 5 മൈക്രോമീറ്റർ. ഇതിൻ്റെ യൂണിറ്റും കൂടെ നമ്മൾ എഴുതണം. 5 മൈക്രോമീറ്റർ എന്ന് എഴുതുക. പകരം 5 യൂണിറ്റ് എന്നോ 5% എന്തൊക്കെ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ യൂണിറ്റ് എന്താണോ അതാണ് ഇവിടെ എഴുതേണ്ടത്. അതുപോലെ വൈ ആക്സിൻ്റെ കേസിലാണെങ്കിൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഏതെങ്കിലും 2 നമ്പർ നോക്കുക, അതിൻ്റെ ഡിഫറൻസ് 10 ആണ്. പിന്നെ ഇവിടെ പെർസെൻറ്റേജിലാണ് കിടക്കുന്നത്. അപ്പം 2 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഞാൻ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ = 10%. ഇനി അഥവാ ഞാൻ ഇവിടെയാണ് 10, 11 അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ അത് 1 സെൻറ്റിമീറ്റർ = 10 എന്ന് വരും. ഇനി നിങ്ങളെടുക്കുന്ന സ്കെയിൽ നിങ്ങളെടുക്കുന്ന യൂണിറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇനി വേറൊരു ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിവിടെ 0.2, 0.3, 0.4. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0.1 ആണ്. അല്ലെങ്കിൽ അങ്ങനെ. ഇപ്പം ഞാൻ ഇത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 0.2-യില, 0.1-ലല്ല. സ്റ്റാർട്ട് ചെയ്യാമെന്ന് നമ്മൾ കറക്റ്റ് 0 കഴിഞ്ഞിട്ട് നേരെ 0.1. ഇപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് വന്നിട്ട് 0.1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം വരേണ്ട നമ്പർ 0.1 ആയിരുന്നു. അത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ തികയില്ല. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ 0.2 വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് നമ്പറിലല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സിമ്പിൾ ഇടുക. അതായത് നമ്മൾ ഇങ്ങനത്തെ ഒരു ആരോ ഇല്ലേ, ഈ സിമ്പിൾ ഇടുക. ECGൻ്റെ സിമ്പിൾ പോലത്തെ ഒരു സാധനം ഇങ്ങനെ വരയ്ക്കുക. അത് നിങ്ങൾക്ക് എക്സ് ആക്സിലും വരയ്ക്കാം, വൈ ആക്സിലും വരയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സ്കെയിൽ എഴുതുമ്പം ഇതിൻ്റെ ഹെഡിങ് വേണം. എക്സ് ആക്സിസും വൈ ആക്സിസും നിങ്ങൾ മാർക്ക് ചെയ്യണം. പിന്നെ സ്കെയിൽ എഴുതുമ്പോൾ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 1 സെൻറ്റിമീറ്റർ വെച്ച് എടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ 1 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് ഇവിടെയും 1 സെൻറ്റിമീറ്റർ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇവിടെ നിങ്ങൾ എടുക്കുന്നത് എക്സ് ആക്സിൻ്റെ ആയിട്ട് വൈ ആക്സിസും അതും കോറിലേറ്റ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഇവിടെ നിങ്ങൾ 2 എടുത്തിട്ട് ഇവിടെ 1 എടുക്കുന്നു, അത് അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സ് ആക്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറൻസ് 0.1 ആണ്. അപ്പം എക്സ് ആക്സിസ് 1 സെൻറ്റിമീറ്റർ = 0.1 മൈക്രോമീറ്റർ എന്ന് എഴുതുക. വൈ ആക്സിസിൻ്റെ കേസിൽ നേരത്തെ 2 സെൻറ്റിമീറ്റർ വെച്ച് എടുത്തിരിക്കുന്നത്, സെയിം നേരത്തെ എടുത്ത പോലെ. അപ്പം 2 സെൻറ്റിമീറ്റർ = 10%. ഇനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 99, 98 അല്ലെങ്കിൽ പിന്നെ 100, 110 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് 10, 20, 30 എഴുതി കഴിഞ്ഞാൽ 100 വരുമ്പോൾ ഇവിടെ വരും. പിന്നെ നിങ്ങൾക്ക് ബാക്കി മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളിതാ ഇതുപോലൊരു സിമ്പിൾ വരച്ചിട്ട് സ്റ്റാർട്ടിങ് ആദ്യം 90 എഴുതുക, പിന്നെ 100, 120, 130 അങ്ങനെ അങ്ങ് എഴുതി പോവുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലോട്ടിങ് ചിലപ്പോൾ നിങ്ങളുടെ പോയിൻ്റ് മുഴുവൻ ഈ മണ്ടയിൽ മാത്രം വരും, താഴെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു വലിയ ഗ്യാപ്പ് പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ വരയ്ക്കാൻ പറയുന്നത്. നിങ്ങൾ അതുപോലെ ഈ ഇപ്പം
0.2 0.3 വെച്ച് എടുക്കണ്ട. നിങ്ങൾക്ക് 0.6 0.8 അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്യാപ്പും അതുപോലെ ഇഷ്ടമുള്ള ഇപ്പോൾ 0.1 വെച്ചിട്ടാണ് ഞാൻ ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് 0.2 കഴിഞ്ഞിട്ട് 0.4 0.8 അല്ല 0.6 0.8 1 അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അതനുസരിച്ച് നിങ്ങളുടെ സ്കെയിലും വ്യത്യാസം വരും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ 1 സെൻറ്റിമീറ്റർ = 0.2 മൈക്രോമീറ്റർ എന്ന് എഴുതുക ആ വ്യത്യാസം അനുസരിച്ച്. അപ്പോൾ അതനുസരിച്ച് ഗ്രാഫ് കുറച്ചും കൂടെ ഇങ്ങനെ അടുത്തിട്ടുണ്ടാവും. കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഇത്രയും വീതി വരില്ല, കുറച്ചും കൂടെ അടുത്ത് വരും ഗ്രാഫ്. പിന്നെ നിങ്ങൾ പോയിൻറ്റ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാനുള്ള പോയിൻറ്റ്സ് എവിടെയാണോ കിടക്കുന്നത് ആ പോയിൻ്റ് എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് നിങ്ങൾ ഇവിടെ താഴെ സ്കെയിൽ എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗ്രാഫ് നിങ്ങൾ ഇങ്ങനെ തന്നെ വരയ്ക്കണം. സ്കെയിൽ ഇങ്ങനെ തന്നെ വേണം എഴുതാൻ. അതുപോലെ ഹെഡിങ് വേണം. സൈഡിൽ 2 കാര്യങ്ങളും കൃത്യമായിട്ടുണ്ടായിരിക്കണം. അല്ലാതെ ഗ്രാഫായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി വേറൊരു ഗ്രാഫ് ഇതുപോലെ തന്നെ ഞാൻ വരച്ചതാണ്. നിങ്ങൾ ഗ്രാഫ് എങ്ങനത്തെ ഗ്രാഫാണ് വേണ്ടത് അതനുസരിച്ച് പ്ലോട്ട് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈനാണ് വരണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കരുത്. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണെങ്കിൽ ഇത് 3 ചേർത്തിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഒരു പോയിന്റ് വെളിയിൽ പോകും. ഇപ്പോൾ ഇത് ഇങ്ങനത്തെ ഗ്രാഫ് മതിയതുകൊണ്ട് ഇങ്ങനെ ഇതുണ്ട്. ഇത് ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്, പക്ഷേ 2 പോയിന്റ് വെളിയിൽ പോയിട്ടുണ്ട് ഈ ഗ്രാഫിനകത്ത്. ഇതുപോലെ തന്നെ സ്കെയിൽ കറക്റ്റായിട്ട് എഴുതുക. ഹെഡിങ് 2 സൈഡും സ്കെയിൽ, പിന്നെ ഇതിൻ്റെ സ്കെയിലും കാര്യങ്ങളും ഡീറ്റെയിൽസും എഴുതുക. പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുക. പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുമ്പം ജസ്റ്റ് ഒരു കുത്തല്ല, ഒരു ഇൻറ്റു മാർക്കോ അല്ലെങ്കിൽ കുറച്ച് ഡാർക്കൻ ചെയ്തിട്ടൊരു ഡോട്ടോ ഇടുക.